ഇന്ന് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു ബുദ്ധിമുട്ടാണ് തുടർച്ചയായിട്ട് വരുന്ന തുമ്മൽ, അതോടൊപ്പം വരുന്ന കണ്ണ് ചൊറിച്ചിൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, അതുപോലെ തൊണ്ടകടി, ഇതുപോലെയുള്ള ലക്ഷണങ്ങളൊക്കെ. അപ്പോൾ ഇത് ഒരുപാട് കാലം നിലനിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് തുടർച്ചയായിട്ട് റിക്കറൻ്റ് ആയിട്ട് ലൈഫിൽ വരുന്ന സമയത്ത് ഇതിന് അലർജി എന്ന പേരിലാണ് പൊതുവെ വിശേഷിപ്പിക്കാറല്ലേ. അപ്പം ഇത് മൂക്കിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ തൊണ്ടയിൽ ബാധിക്കുന്ന ഒരു പറ്റ ലക്ഷണങ്ങളായതുകൊണ്ട് തന്നെ ഇത് അലർജിക് റൈനൈറ്റിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സോ നമുക്ക് ഇന്ന് അലർജിക് റൈനൈറ്റിസിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ജസീറ, ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ, കാലിക്കറ്റ്. ഈ പൊതുവെ ആളുകൾക്കുള്ള ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, രോഗപ്രതിരോധ ശേഷി കുറയുന്ന ആളുകൾക്കാണ് ഇതുപോലെയുള്ള അലർജി കൂടുതലായിട്ട് കാണുന്നത് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ രോഗപ്രതിരോധ ശേഷി, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പുറമേയുള്ള വസ്തുക്കളോട്, അലർജൻസിനോട് കൂടുതലായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ അലർജിക്കായിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുള്ളത്. സോ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും പൊടിയാണ്, അന്തരീക്ഷത്തിൽ കാണുന്ന പൊടി, അതുപോലെ തന്നെയുള്ള പുക. അത് ഏത് വസ്തുവിൽ നിന്നുള്ള പുകയുമാകാം, അതായത് സ്മോക്കിംഗ് വഴി വരുന്ന പുകയാവാം, അല്ലെങ്കിൽ വേസ്റ്റ് കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുകയാവാം, അതുമല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുകയാവാം, വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയാവാം. ഇതുപോലെയുള്ള പൊടിയും പുകയുമാണ് ഏറ്റവും പ്രധാനമായിട്ടും അലർജി ഉണ്ടാക്കുന്ന ഒരു കാരണം. രണ്ടാമതായിട്ട് വരാൻ പറ്റുന്നത് പൊള്ളൻ ഗ്രെയിൻസ് ആണ്, അതായത് പൂമ്പൊടി. കൂടുതലും തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഒരു ഗാർഡൻ വെച്ചിട്ടിരിക്കുന്ന ആളുകൾക്കാണ് കൂടുതലായും ഇങ്ങനെയുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് മൃഗങ്ങളുടെ രോമം. കൂടുതലും വീടുകളിൽ പെറ്റ്സ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ പെറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ജോബ് ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് ഇതിൻ്റെ അലർജി റെക്കറൻ്റായിട്ട് വന്നു കണ്ടിട്ടുള്ളത്. പിന്നീട് ഒന്നുള്ളത് ഭക്ഷണമാണ്. ചിലർക്ക് ഭക്ഷണത്തിനോടായിരിക്കും അലർജി ഉണ്ടായിരിക്കുക. ഉദാഹരണത്തിന് കടുക്ക, കൂന്തൽ, ചെമ്മീൻ, ഞണ്ട്, ഇതുപോലെയുള്ള ഷെൽ ഫിഷിനോട് കൂടുതലായിട്ടും അലർജിയുള്ള ആളുകൾ ഉണ്ട്. ഈ അടുത്ത് ക്ലിനിക്കിൽ ഒരു അലർജിയുടെ ബുദ്ധിമുട്ടായിട്ട് ഒരു രോഗി വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ അലർജിയുടെ സിംറ്റംസ്, അറ്റോപിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ തുമ്മൽ പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ആയിട്ടാണ് രോഗി നമ്മളെ സമീപിച്ചത്. അപ്പം ഒരുപാട് നാൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് അവർ പെർമനൻ്റ് ആയിട്ട്, ടെമ്പററി ആയിട്ട് ഏതെങ്കിലും ഒരു കൺസൾട്ടിങ് ഫിസിഷ്യനെ കാണിച്ച് അതിനുള്ള ടെമ്പററി ആയിട്ട് റിലീഫ് കിട്ടുന്ന എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നതാണ് പതിവ്. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് എന്താണ് കാരണം എന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് രോഗി നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് ടേക്കിംഗ് എടുക്കുന്നതിനോടൊപ്പം എപ്പോഴൊക്കെയാണ് ഈ രോഗിക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുന്നത് എന്നുള്ളത് ഒന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു. അപ്പം അതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഈ രോഗിക്ക് ഷെൽഫിഷിനോടാണ് അലർജി ഉള്ളത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ കടുക്ക, ചെമ്മീൻ പോലെയുള്ള ഷെൽഫിഷ് കഴിക്കുന്ന സമയത്ത് മാത്രമാണ് ഇയാൾ ഇങ്ങനെയുള്ള അലർജിക് റിയാക്ഷൻസ് കാണിക്കുന്നത് എന്നുള്ളത് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. സോ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ അയാളുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയതോടുകൂടി തന്നെ അലർജിക് ആയിട്ടുള്ള റിയാക്ഷൻസ് നിർത്തി, അതോടൊപ്പം പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻ വഴി അത് പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് വരാനും സാധിച്ചു. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും തുമ്മലാണ്. നേരത്തെ പറഞ്ഞ പോലെ അടിക്കടി തുമ്മൽ വരിക. ചെറിയ ഒരു പൊടി തടിക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴേക്ക്, അല്ലെങ്കിൽ വീടൊന്ന് വൃത്തിയാക്കുമ്പോഴേക്ക് തുമ്മൽ വന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ശ്വാസം മുട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരെ വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തുമ്മൽ വന്ന് അതുപോലെ മൂക്കുന്നും വെള്ളം പോലെയുള്ള മൂക്കൊലിപ്പ് വരിക, കൂടാതെ മൂക്കടപ്പ് വരിക, ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അതുകൂടാതെ തൊണ്ടകടി, ഉൾനാക്കിൽ ചൊറിച്ചിൽ, അതുപോലെ കണ്ണിന് ചൊറിച്ചിൽ വരിക, കണ്ണ് ചുവന്ന് തടിക്കുക, കൺതടം വീർക്കുക, ഇതുപോലെയുള്ള ലക്ഷണങ്ങളും ചില രോഗികൾ കാണിക്കാറുണ്ട്. ഇതൊരിക്കലും മാറാ രോഗമല്ല. പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ അലർജി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അലർജിക്കാണ്, എനിക്ക് അലർജി ഉണ്ട് എന്ന് പറഞ്ഞ് അതൊരു ഹാബിറ്റായിട്ട് കൊണ്ട് നടക്കുന്നതാണ് കാണാറുള്ളത്. ഇതൊരിക്കലും പക്ഷേ ഒരു മാറാ രോഗമല്ല. പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് എന്തുകൊണ്ടാണ് ഇയാൾക്ക് അലർജി വരുന്നത്, എന്തൊക്കെ ചെയ്യുമ്പോഴാണ്, എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പെറ്റ്സ് അലർജി ആണോ, പൊള്ളൻ അലർജി ആണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് അത് അവോയ്ഡ് ചെയ്ത് അതോടൊപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതോടുകൂടി പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് മുക്തരാവുന്ന രോഗികളും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പ്രോപ്പറായിട്ടുള്ള ടൈമിൽ ഡയഗ്നോസ് ചെയ്യാതെ ഇത് ഹാബിറ്റായിട്ട് കൊണ്ട് നടക്കുന്നതോടെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഈ രോഗികളിൽ കണ്ടുവരുന്നുണ്ട്. ഈ അടുത്ത് ക്ലിനിക്കിൽ ദശയായിട്ട് ഒരു രോഗി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന് മുമ്പ് ദശ വന്നിട്ട് അവർ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ സർജിക്കലി അത് റിമൂവ് ചെയ്ത് വീണ്ടും ദശ വന്നിട്ടാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേസ് ടേക്കിംഗ് ചെയ്ത സമയത്ത് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ഒരു അലർജിക് പേഷ്യൻ്റാണ്. ഇയാൾ അലർജി സ്ഥിരമായിട്ട് തുമ്മൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ് സ്ഥിരമായിട്ട് ഹാബിറ്റായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു രോഗിയാണ്. പക്ഷേ അയാൾ അതൊരു രോഗമായിട്ട് കണക്കാക്കാതെ, അതൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ അത് ഇങ്ങനെ
കൊണ്ട് നടന്ന് പിന്നീട് അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഈ ദശ അയാൾക്ക് വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ അലർജിക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് പൂർണ്ണമായിട്ടും ഭേദമായതോട് കൂടിയിട്ട് ഇയാളുടെ ദശയിൽ നിന്ന് ഇയാൾ മോചിതനായിട്ടാണ് കാണുന്നത്. ദശ കൂടാതെ മറ്റ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെവി രണ്ടും അടഞ്ഞു പോയിട്ട് സ്മെല്ല് കിട്ടാത്ത ഒരവസ്ഥ. ഇതും ഈ അലർജിയുടെ സൈഡ് എഫക്റ്റ് ആണെന്ന് പലരും തിരിച്ചറിയാത്ത ഒരു കണ്ടീഷനാണ്. പലരും ക്ലിനിക്കിലേക്ക് വരുമ്പോൾ സ്മെല്ല് കിട്ടുന്നില്ല, ഗന്ധം അറിയാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവർ വല്ല ഒബ്സ്ട്രക്ഷൻ കാരണമോ എന്തെങ്കിലും പോളിപ്പ് കാരണമോ ഒക്കെയാണ് അവർ കരുതിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഒരു അലർജി ചികിത്സിക്കാതെ അങ്ങനെ കൊണ്ട് നടക്കുന്നത് വഴി വരുന്ന ഒരു സ്മെല്ല് കിട്ടാത്ത ഒരവസ്ഥയാണ്. ഇതിനും നമ്മൾ അലർജിയുടെ ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത്. പിന്നെ കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിന് വീക്കം വരിക എന്ന് പറഞ്ഞല്ലോ, അതുപോലെ കണ്ണിന് വീക്കം വന്ന് പിന്നെ ഡാർക്ക് സർക്കിൾസ് ആയിട്ട് മാറുന്ന ഒരു കണ്ടീഷൻസ് വരാറുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ രോഗികൾ നമ്മളടുത്ത് വരുന്നത് ഈ ഡാർക്ക് സർക്കിൾസ് ട്രീറ്റ്മെൻറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും. പക്ഷേ നമ്മൾ എന്തെങ്കിലും എക്സ്റ്റേണലി അപ്ലൈ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസിന് എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്ത് കൊണ്ടോ ഒന്നും ഈ ഡാർക്ക് സർക്കിൾസ് പൂർണ്ണമായിട്ട് മാറും വരില്ല. കാരണം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇവർക്കുള്ള അലർജി ആയിരിക്കും. കണ്ണ് സ്ഥിരമായിട്ട് തിരുമ്മി വരുന്ന അവിടെയുള്ള സെൽസിന് ബ്രേക്കേജ് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഡാർക്ക് സർക്കിൾസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് അലർജീൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അലർജി പൂർണ്ണമായിട്ടും ഭേദമാകുന്നതോടുകൂടി ഈ ഡാർക്ക് സർക്കിൾസും ഇല്ലാതാവുന്നത് ഒരുപാട് കേസുകളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ അലർജനുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വന്ന് കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അലർജിക്കായിട്ടുള്ള റിയാക്ഷൻസും ഉണ്ടാവും. അപ്പം അത് ഒരുപാട് ദൈനംദിന ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും അലർജിക് റൈനൈറ്റിസ് ഉണ്ടാവാം. ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായമായ ആളുകൾക്ക് വരെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം കുട്ടികൾക്കാണെങ്കിൽ അത് അവരുടെ പഠനത്തിനെ വളരെ സാരമായിട്ട് ബാധിക്കും. അതുപോലെ മുതിർന്നവർക്കാണെങ്കിൽ ദൈനംദിന ജീവിതത്തെ ബാധിക്കും, അതുപോലെ അവരുടെ ജോലിയെ ബാധിക്കും, പൊതുവെ ഉറക്കിനെ ബാധിക്കും. അതുവഴി വിശപ്പില്ലായ്മ പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ഇത് ഡയഗ്നോസ് ചെയ്ത് പൂർണ്ണമായിട്ടും ഭേദമാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഇത് ചികിത്സിച്ച് ഇതിൻ്റെ മരുന്നെടുക്കുന്നതോടൊപ്പം ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ അലർജിയുള്ള ആളുകൾ പ്രധാനമായിട്ടും മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് വീടുകൾ ക്ലീൻ ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ പുറത്തു പോകുന്ന സമയത്താണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കുക. അപ്പോൾ ഒരു പരിധി വരെ നമ്മുടെ അലർജൻസിനോടുള്ള എക്സ്പോഷർ ഇത് കുറയ്ക്കും. പിന്നെ ഒന്നുള്ളത് ക്ലെൻലിനെസ് ആണ്. വീടും നമ്മൾ കിടക്കുന്ന ബെഡ്റൂം ആണെങ്കിൽ ബെഡ്ഷീറ്റ് അതുപോലെ കേർട്ടൻസ് ഒക്കെ റിക്കറൻ്റായിട്ട് എപ്പോഴും വാഷ് ചെയ്ത് പൊടിയില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾ വീട്ടിൽ നമ്മൾ കഴുകി ഉണക്കി പൊടിപ്പിച്ച മഞ്ഞൾ, ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്. വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾ ഒരു 1/2 ടീസ്പൂൺ നല്ല തേനിൽ ചേർത്തിട്ട് ഡെയിലി കഴിക്കുന്നത് അലർജി ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ സഹായിക്കും. അതുപോലെ ഏറ്റവും നല്ല ഒരു കാര്യമാണ് ആപ്പിൾ സിഡർ വിനെഗർ. ഈ ആപ്പിൾ സിഡർ വിനെഗർ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ മിക്സ് ചെയ്തിട്ട് ഡെയിലി ഒരു ഗ്ലാസ് കഴിക്കുകയാണെങ്കിൽ അലർജിക് ആയിട്ടുള്ള സിംറ്റംസ് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോബയോട്ടിക്സ്, അതായത് മോര്, തൈര്, യോഗേർട്ട് പോലെയുള്ളവ. ഇത് നമ്മൾ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയാസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. പിന്നെ ഒന്നുള്ളത് omega-3 ഫാറ്റി ആസിഡ്സ് ആണ്. അതായത് നമ്മൾ ചെറിയ മത്സ്യങ്ങൾ, അതുപോലെ മത്തി, ചൂര പോലെയുള്ള ചെറിയ മത്സ്യങ്ങളിൽ ഈ omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ടുണ്ട്. അത് സ്ഥിരമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് കഴിക്കാൻ പറ്റാതെ, അതായത് മത്സ്യം കഴിക്കാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ ഫിഷ് ഓയിൽ വരും. ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്സ് ഡെയിലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു ടാബ്ലറ്റ് വെച്ച് കഴിക്കേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ചില ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രധാനമായും പേരയ്ക്ക, മാതളം, സ്ട്രോബെറി, അതുപോലെ ബ്രോക്കോളി, ക്യാപ്സിക്കം ഇതുപോലെയുള്ളതൊക്കെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു നുള്ളു ഉപ്പോ അല്ലെങ്കിൽ ഒരു നുള്ളു മഞ്ഞളോ ചേർത്ത വെള്ളം ചൂടാക്കി സ്ഥിരമായിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ടും അതുപോലെ രാവിലെ എഴുന്നേറ്റ ഉടനെ 2 നേരം വെച്ചിട്ട് ഇങ്ങനെ അലർജിയുള്ള ആളുകൾ സ്ഥിരമായിട്ട് ആവി പിടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അവരെ ഈ അലർജിയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അലർജിക് റിയാക്ഷൻസ് വളരെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഡെയിലി ഒരു 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഈ അലർജിക് ആയിട്ടുള്ള രോഗികൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ അലർജി ഉള്ള ആളുകൾ ഭക്ഷണത്തിൽ അവോയ്ഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ
കൂടുതലും ഉപ്പടങ്ങിയ ഭക്ഷണം. അപ്പോൾ ആളുകൾ വിചാരിക്കും ഉപ്പ് നല്ലതാണല്ലോ, ഉപ്പിട്ട് ആവി പിടിച്ചാൽ നല്ലതാണല്ലോ എന്ന്. പക്ഷേ നമ്മുടെ ഈ ഭക്ഷണത്തിൽ സോൾട്ട് ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നീർക്കെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഈ സോൾട്ടഡ് ആയിട്ടുള്ള അച്ചാറുകൾ, അതുപോലെ ഉണക്കമീൻ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ കൂടുതൽ മസാല ചേർത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് കാരണം നമ്മുടെ ശരീരത്തിലെ അസിഡിറ്റി കൂട്ടിയിട്ട് അത് അലർജിയായിട്ട് വരുന്നതും കാണാറുണ്ട്. അതുപോലെ ഷുഗർ, അതായത് പ്രോസസ്ഡ് ഷുഗറോ അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ അലർജിയിൽ നിന്നിട്ടുള്ള ലക്ഷണങ്ങൾ കുറേ റെഡ്യൂസ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.